നിങ്ങൾക്കറിയാവോ, പാപം ചെയ്ത ദൂതനോട് ക്ഷമിക്കാത്ത പിതാവ് എന്നോടും നിങ്ങളോടും ക്ഷമിച്ചെന്ന്. അതിന്റെ ആഴം എത്ര ഭയങ്കരമെന്നറിയാമോ? അതിന്റെ വീതി എത്ര ഭയങ്കരമെന്നറിയാവോ? ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടിയായ ദൂതനോട് ക്ഷമിക്കാത്ത ദൈവം പൊടിയിൽ നിന്നെടുത്ത മനുഷ്യനോട് ക്ഷമിക്കുകയാണ്. എത്ര ഭയങ്കര സ്നേഹമാണത്. ആമേൻ. പിശാച് ലൂസിഫർ അവന്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തിന്റെ സമനാകാൻ, അവന് മുകളിൽ അവന്റെ സിംഹാസനം ഉറപ്പിക്കാൻ അവൻ ചിന്തിച്ചതേ ഉള്ളൂ. അവനെ വെട്ടിക്കളഞ്ഞു. എന്നാൽ മനുഷ്യൻ ചെയ്യരുതെന്ന് പറഞ്ഞ പാപം അവൻ ചെയ്തത് കൊണ്ട്, നീ ചെയ്യരുതെന്ന് പറഞ്ഞ തിന്മയെ ചെയ്തത് കൊണ്ട്, നീ ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനയുടെ ലംഘനം നടത്തിയിട്ടും മനുഷ്യനോട് ക്ഷമിച്ചെങ്കിൽ എത്ര ഭയങ്കര സ്നേഹമാണത്. ഹല്ലേലൂയ. യെസ്, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഇവിടെ നിങ്ങളൊരു തെറ്റ് ചെയ്തു നോക്ക്, കോടതിയിലേക്ക് പിടിച്ചു നിർത്തി ആമൻ വിചാരണകളെല്ലാം കഴിഞ്ഞ് ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകുക. എന്നാൽ യേശുവിൻ്റെ കോടതിയിലേക്ക് മനുഷ്യന്റെ പാപമായി കയറി ചെന്നപ്പോൾ കർത്താവ് മാനവകുലത്തിന്റെ പാപം സ്വയമായി എടുത്തിട്ട് നമുക്ക് മുൻപായി കയറി നിൽക്കുകയായിരുന്നു. എത്ര വലിയ സ്നേഹം. ഇന്ന് രാത്രിയിൽ ആരാധിക്കാൻ യോഗ്യൻ ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, കണ്ട കല്ലും കണ്ണും മിണ്ടാത്തതൊന്നുമല്ല എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിന്റെ കൂരക്കകത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞപ്പോ ഹിന്ദു എന്ന് നോക്കാതെ എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വന്ന ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരു മടിയില്ല. ഞാൻ പറയുന്നു, ആരാധിപ്പാൻ യോഗ്യൻ യേശുവാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പിള്ളേരൊക്കെ നിങ്ങൾക്കറിയാവോ, ഈ പിള്ളേരൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ട്. നിന്റെ ആരാധന പുരുഷനാര്? അവൻ പറയും വിജയാണ്, ചിലർ പറയും മോഹൻലാലാണ്, ചിലർ പറയും സൂര്യയാണ്, ചിലർ പറയും ഏതോ ഫുട്ബോൾ താരമാണ്. എന്നാൽ ആ മോഹൻലാലിനെ മമ്മൂട്ടിയും വിളിച്ചിട്ട് ചോദിക്കണം, ഹേയ് ഈ പൂടനാടിന്റെ മണ്ണിൽ ഞാളൂർ കോണത്തെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ താങ്കൾക്കറിയാമോ? സൂര്യയും മോഹൻലാലും ഒരേ ശബ്ദത്തിൽ പറയും, എനിക്കറിയത്തില്ല കാര്യം. അവൻ ആരാ? പൂടനാട് ഇവിടെ അറിയത്തില്ല. പക്ഷെ യേശുവിനോട് ചോദിക്ക്, അതെ കർത്താവേ, നിനക്ക് അവനെ അറിയാമോ? ആ പൂടനാട് ഞാനൂർ കുന്ന് സഭയുടെ അരികത്ത് ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ലോകം ഭാവി എന്ന് പറഞ്ഞ വീട്ടുകാർ തള്ളിക്കളഞ്ഞ അവനെ അറിയാമോ? യേശു പറയ, യേസ്, അവനെ എനിക്കറിയാം. അവൻ ജനിച്ചപ്പോഴല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല. പൗലോസ് പറയുന്നു, ലോക സ്ഥാപനത്തിന് മുൻപ് അവനെ എനിക്കറിയാം. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്, ഞാൻ ആരാധിക്കുമ്പോ എന്നെ അറിയാത്തൊരു ദൈവത്തെയല്ല. ഞാൻ അപ്പാന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ നീ ആരാടാന്ന് ചോദിക്കുന്ന ദൈവത്തെയല്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ അറിയാവുന്നൊരു തമ്പുര, എൻ്റെ അമ്മയും അപ്പനും പേരെനിക്കിടുന്നതിന് മുൻപ് എന്നെ നന്നായി അറിഞ്ഞൊരു തമ്പുര. ഇന്ന് രാത്രിയിൽ ഞാൻ എന്താകണമെന്ന് ഇന്നായതുപോലെ ഒലുക സ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ട ദൈവം, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. സൃഷ്ടിയല്ല നമ്മൾ ആരാധിക്കുന്ന, സൃഷ്ടാവിനെയാണ്. അന്നത്തെയല്ല, എനിക്ക് അന്നം തരുന്നവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവൻ ഇന്നത്തെ ഈ സൂര്യ ചന്ദ്രാദികൾ സകലത്തെ സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി അന്നത്തെ ആരാധിക്കുന്നവൻ വീണു പോകുമ്പോൾ, സൃഷ്ടിയെ ആരാധിക്കുന്നവൻ വീണു പോകുമ്പോൾ, സകലത്തെയും പടച്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നവൻ വീഴാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. കർത്താവ് ഒരു ആരാധന കൊതിയനായതുകൊണ്ടൊന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്. ആരാധന കൊതിയനായതുകൊണ്ടല്ല. പിന്നെ എന്താ അവനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എനിക്ക് വേണ്ടി പ്രാണത്യാഗത്തോളം ക്രൂശിൽ പിടയാൻ ദൈവമെടുത്തൊരു തീരുമാനം എത്ര ഭയങ്കരമാണ്. എനിക്ക് വേണ്ടി സ്വർഗം വിടാൻ തമ്പുരാൻ എടുത്തൊരു തീരുമാനം എത്ര ഭയങ്കരമാണ്. വേദപുസ്തകം പറയുന്നു, നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. തൻ്റെ ഓമന കുമാരനെ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി.